ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു 3 ലെയർ നിക്കാബ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഫസ്റ്റായിട്ടാണ് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. വളരെ സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് നോക്കാം കേട്ടോ ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ നിക്കാബ് അടിക്കാനുള്ള പീസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് ഞാൻ കാണിച്ചു തരാം കറക്റ്റ് എത്ര അളവിലേക്കാണ് കട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഒരു പീസാണിത്. ഇതിൻ്റെ വീതി 4 ഇഞ്ച് വീതിയാണ്. 4 ഇഞ്ച് വീതിയുള്ള ഒരു 34.5 നീളത്തിൽ അല്ലെങ്കിൽ 35 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് കേട്ടോ. 4 ഇഞ്ച് വീതിയിൽ 35 ഇഞ്ച് 4 ഇഞ്ച് വീതി 35 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ്. എന്നിട്ട് ആ പീസ് സെൻറ്റർ കറക്റ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കണ്ട് ഒന്ന് അയൺ ചെയ്തിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു പീസ്. അടുത്ത പീസിൻ്റെ നീളം എത്ര വെച്ചാൽ അടുത്ത പീസ് ഈ പീസാണ്. ഇതൊരു ഒരു നീളത്തിലുള്ളൊരു പീസാണ്. ഇതിൻ്റെ വീതി 14 ഇഞ്ച് 14 ഇഞ്ച് വീതി. ഇതിൻ്റെ നീളം വരുന്നത് എത്ര വെച്ചാൽ 28 ഇഞ്ച് നീളം കേട്ടോ. 14 ഇഞ്ച് വീതിയും 28 ഇഞ്ച് നീളമുള്ള ഈ പീസ് ഇതുപോലെ സെൻറ്റർ ഫോൾഡ് ചെയ്തിടുക. അപ്പോൾ ഇതിൻ്റെ നീളവും വീതിയും 14 ഇഞ്ച് ആകാരം. ഓക്കെ, സെൻറ്റർ ഫോൾഡ് ചെയ്തിടുക കേട്ടോ. എന്നിട്ട് ഫോൾഡ് ചെയ്തിട്ട് അയൺ ചെയ്താൽ മതി. ഇനി അടുത്ത 2 പീസും സെയിം അളവാണ്. ഒരേ അളവിലുള്ള 2 പീസാണ് കേട്ടോ. ഈ 2 പീസും ഇതിൻ്റെ അളവ് എത്ര ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ വീതി വരുന്നത് 18 ഇഞ്ചാണ് കേട്ടോ. 18 19 ആയാലും കുഴപ്പമില്ല. 18 ഇഞ്ചാണ് ഞാൻ ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ നീളം 16.5 ഇഞ്ചും. ഈ 16.5 ഇഞ്ചാണ് ഈ നിക്കാബിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ. 18 ഇഞ്ച് അതിൻ്റെ വീതിയാണ് വരുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ഭാഗം ഈ മാർക്ക് ചെയ്ത ഈ ഭാഗം ഈ 3 ഭാഗം ചെറുതായിട്ട് ഫോൾഡ് ചെയ്തടിക്കുക. ഈ 2 പീസിൻ്റെയും കേട്ടോ. ഈ 3 ഭാഗം. ഓക്കെ, ഈ ഭാഗമാണ് ലെങ്ത്ത് 16.5 ഇഞ്ച്. ഇതാണ് നിക്കാബിൻ്റെ ലെങ്ത്ത്. ഓക്കെ, ഇനി ആ 2 പീസിൻ്റെയും ഞാൻ ഈ മാർക്ക് ചെയ്ത് കാണിച്ചെന്ന ഈ 3 ഭാഗം ചെറിയതായിട്ട്, അതായത് ഒരു 4 ഇഞ്ചും വേണ്ട, എത്ര ചെറുതായിട്ട് അടിക്കാൻ കഴിയുന്നു അത്രയും ചെറുതാക്കി സ്റ്റിച്ച് ചെയ്യുക. 2 ഫോൾഡ് ചെയ്ത് കണ്ട് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് കണ്ട് ചെറുതായിട്ട് 2 പീസും സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതേപോലെ ആ 2 പീസും സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തെ പീസും ഈ 2 സൈഡും 3 സൈഡും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതേപോലെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്യുക. ഏറ്റവും ചെറിയ രൂപത്തിൽ ഫോൾഡ് ചെയ്യാൻ കഴിയുന്നു അതുപോലെ ഫോൾഡ് ചെയ്ത് കണ്ട് അടിച്ചാൽ മതി. എന്നിട്ട് ആ 2 പീസും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ആ ഡബിൾ പീസ് ഉണ്ടല്ലോ, 14 ഇഞ്ച് വീതിയും 28 ഇഞ്ച് നീളമുള്ള ആ പീസാണ്. ആ പീസ് ഇതുപോലെ എടുത്തിട്ട് ഫോൾഡ് ചെയ്യുക. 14 ഇഞ്ച് നീളം 14 ഇഞ്ച് വീതിയും 28 ഇഞ്ച് നീളം. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്തിട്ടാലും 14 സമചതുരത്തിലുള്ളൊരു പീസായിട്ടേ കിടക്കുള്ളൂ. ഓക്കെ, ഇതിനാണ് ആ ഫ്രണ്ടിൽ ഓപ്പൺ വരുന്നത്. നമ്മൾ ആ കണ്ണിങ്ങനെ കാണുമല്ലോ, ആ ഫ്രണ്ടിലത്തെ ഓപ്പൺ വരുന്നത് ഈ പീസിനാണ്. ഈ പീസിൻ്റെ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യുക. ഫസ്റ്റ് ഈ 2 സൈഡ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ബാക്കി. ഇതിപ്പോൾ ഡബിളായി ഫോൾഡ് ചെയ്ത് കിടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ എത്തിയെടുത്താണ് ഈ മെഷീൻ സ്റ്റിച്ച് ചെയ്ത് എത്തിയെടുത്താണ് ഫോൾഡിങ് കിടക്കേണ്ടത്. ഫോൾഡ് ചെയ്ത ഭാഗം അവിടെയാണ്. അതേപോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ സൈഡും ആ തുമ്പൊപ്പം വെച്ച് കണ്ട് ഫോൾഡ് ചെയ്യല്ല, ഈ 2 തുമ്പും ഒപ്പം വെച്ച് കണ്ട് അടിക്കുക. എന്നിട്ട് ഇതിന് അടിച്ച് മറിക്കാനാണ് കേട്ടോ. അങ്ങനെ ആ ഭാഗം അടിച്ചു. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ വെക്കുക. ഓക്കെ, ഈ ഭാഗം അടിച്ചു, ഈ ഭാഗം അടിച്ചു. ഓക്കെ, ഈ അടിഭാഗം ഇത് ഫോൾഡ് ചെയ്ത ഭാഗമാണ്. ഇവിടെ ഓപ്പണുമാണ്. ഇതാണ് ഓപ്പൺ. ഇനി ഓപ്പണിൻ്റെ അവിടെ കുറച്ചും ക്ലോസ് ചെയ്യണം ഓപ്പൺ. ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ 14 അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് 7 ഇഞ്ച്. ആ 7 ഇഞ്ചിന്ന് 2 സൈഡിക്കും 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ ഭാഗത്തേക്കും 4 ഇഞ്ച്, ഈ ഭാഗത്തേക്കും 4 ഇഞ്ച്. ടോട്ടൽ അതിൻ്റെ ഓപ്പൺ വരെ 8 ഇഞ്ചാണ്. ഓക്കെ, 8 ഇഞ്ച്. എന്നിട്ട് ഇവിടെ അടിക്കുകയാണ്. ഈ 8 ഇഞ്ച് ക്ലോസ് ചെയ്യാണ്. എങ്ങനെ ക്ലോസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അടിച്ചിട്ട് ഇതിലൂടെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടിക്കുക. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടിക്കണം കേട്ടോ. അല്ലെങ്കിൽ പറ്റത്തെല്ലിനായി അത് വളരെ നൈസ് തുണിയൊക്കെ ആക്കാനും അപ്പം പിന്നീട്ടിന് പോരും. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇത് വരെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. കറക്റ്റായിട്ട് ഇവിടുന്ന് ഇതുപോലെ അടിക്കണം. ഇവിടുന്ന് അടിച്ച് കയറ്റി ഒരു 1/2 ഇഞ്ച് വരെ വീതി വരെ അടിച്ചിട്ട് പിന്നെ അതേ അളവിൽ ആ 8 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് 8 ഇഞ്ച് ഫുള്ളായിട്ടാണ് ക്ലോസ് ചെയ്യുക. ഓക്കെ, അതടിച്ചു. അപ്പോൾ ഇതുപോലെ വരും.
ഇതങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ഇതുവരെ അടിച്ചു. ഓക്കെ, ഇനി ഈ ഭാഗത്തൊരു വെട്ടിടണം. അതായത് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തില്ലേ, ഇതാണ് സ്റ്റിച്ചിങ്. ആ സ്റ്റിച്ചിങ്ങിൻ്റെ ഇപ്പുറത്തേക്ക്, ഓക്കെ, ഉൾഭാഗത്തേക്കല്ല, ഇങ്ങോട്ട് ഒരു വെട്ടിടുക. അതേപോലെ തന്നെ ഈ സ്റ്റിച്ച് ചെയ്ത ഈ വിലങ്ങിന് സ്റ്റിച്ച് ചെയ്തില്ലേ, അതിൻ്റെ ഇപ്പുറത്തേക്ക് കിട്ടുക. അതിന് ചാരിയിട്ട് ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട്, അന്ന ചാരിയെ വെട്ടിയുണ്ടാകും, പിന്നീട്ടിന് പോരും, ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഒരു വെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പീസിന് മറിക്കുകയാണ്. രണ്ട് സൈഡിലും ചെറിയൊരു ഓപ്പൺ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു ഓപ്പണിൻ്റെ ഉള്ളിൽ കൂടി ആ പീസ് വല്ല ഉള്ളിൽ നിന്ന് മറിച്ചെടുക്കുക, പുറത്തേക്ക് കിട്ടുക. ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ, ആ ഗ്യാപ്പ് കൂടി മറിച്ചെടുത്താൽ മതി, സുഖമായിട്ട് മറിഞ്ഞു പോരും. അപ്പോൾ ഇതുപോലെ വരും. എന്നിട്ട് ആ പോയിൻ്റൊക്കെ ഒന്ന് കറക്റ്റ് ക്ലിയർ ആക്കി കൊടുക്കുക. ഒരു സൂചിയോ സ്ക്രൂ ഡ്രൈവറോ ഇർക്കിളിയോ ആണിയോ എന്തെങ്കിലും ഇട്ടുകൊണ്ട് ആ പോയിൻ്റൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വരും. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് അയൺ ചെയ്യുന്നത്, അതൊന്ന് നല്ല ഫിനിഷിങ്ങിൽ കിടക്കും. അതിൻ്റെ പോയിൻ്റൊക്കെ ക്ലിയർ ആക്കിയിട്ട് ആ മടക്കൊക്കെ ക്ലിയർ ആക്കിയിട്ട് ഒന്ന് അയൺ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ മുന്നിൽ ഏറ്റവും ഫ്രണ്ടിൽ വരേണ്ട പീസ്. ഇതിൻ്റെ ഈ അടിയിൽ കൂടിയാണ് നമ്മൾ ആ കണ്ണൊക്കെ കാണേണ്ടത്. ഓക്കെ, ഞാൻ അയൺ ചെയ്യാം കേട്ടോ. അയൺ ചെയ്താൽ ഫിനിഷിങ്ങിൽ കിടക്കും. ഇനി അടുത്ത 2 പീസ് എടുക്കുക. ഈ പീസ്, അതായത് 18 ഇഞ്ച് വീതിയും 16 ഇഞ്ച് ലെങ്ത്തുള്ള ഈ 2 പീസ് ഇതുപോലെ ഒപ്പം വെക്കുക. ഇതാണ് ഉൾഭാഗം, നമ്മൾ ഫോൾഡ് ചെയ്ത് അടിച്ച ഭാഗമാണ്. അപ്പോൾ ഞാൻ ഇൻറ്റിട്ട ഭാഗം, ആ 2 പീസിൻ്റെയും ആ ഫോൾഡ് ചെയ്ത് അടിച്ച ഭാഗം അടിഭാഗത്തേക്ക് വെച്ചുകൊണ്ട് 2 പീസും ഒപ്പം വെക്കുക. ഒപ്പം വെച്ചുകൊണ്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് അടിക്കാത്ത ഒരു സൈഡുണ്ട്. 3 സൈഡ് നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട്. 3 സൈഡ് നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട്, ഒരു സൈഡ് നമ്മൾ മടക്കി അടിച്ചിട്ടില്ല. ആ മടക്കി അടിക്കാത്ത സൈഡ് 2 പീസിൻ്റെയും ആ സൈഡ് ഒപ്പം വെച്ചുകൊണ്ട് കൂട്ടിയടിക്കണം കേട്ടോ. 2 പീസിൻ്റെയും ഈ അടിക്കിൻ്റെ സൈഡ് മടക്കി അടിച്ചിട്ടില്ല. ഓക്കെ, ആ 2 സൈഡും ഒപ്പം വെച്ചുകൊണ്ട് അടിക്കുക. ഓക്കെ, അതാണ് അടിച്ചെടുത്തു. എന്നിട്ട് ഈ പീസിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. കറക്റ്റ് ടാപ്പ് വെച്ചുകൊണ്ട് 18 ആണെങ്കിൽ കറക്റ്റ് സെൻറ്റർ 9 മാർക്ക് ചെയ്യുക. ഇത്ര സെൻറ്റർ വെച്ചാൽ കറക്റ്റ് ആ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു മാർക്കിങ് കൊടുക്കട്ടോ, അവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പീസ് എടുക്കുക. അതിൻ്റെ ആ ഫ്രണ്ടിലേക്ക് വരുന്ന പീസ് ഉണ്ടല്ലോ, ചെറിയ പീസ്, ഇതെടുത്തിട്ട് ഇതിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്യണം കേട്ടോ. നൂലൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ ക്ലിയർ ആക്കി കൊടുക്കുക, കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് കറക്റ്റ് സെൻറ്ററിന് ഫോൾഡ് ചെയ്ത് കണ്ട് അവിടെ ഒരു മാർക്കിങ് കൊടുക്കുക അതേപോലെ. എന്നിട്ട് ഈ മാർക്കിങ്ങും ഈ പീസിൻ്റെ ഈ മാർക്കിങ്ങും 2 പീസും ഒപ്പം വരണം. 2 പീസിൻ്റെ ഈ 2 മാർക്കിങ്ങും ഒപ്പം വരണം. ഒപ്പം വരേണ്ട രൂപത്തിൽ വെക്കുക. വെച്ചിട്ട് ഈ ഭാഗം ഇവിടെ, ഈ ഭാഗം തുമ്പ് 2 ഒപ്പം വെക്കുക. ഇവിടെ കുറച്ച് ഭാഗം കയറിക്കുണ്ടല്ലോ ഈ ചെറിയ പീസിൻ്റെ, ആ 2 തുമ്പും ഒപ്പം വെച്ച് കാണാൻ സ്റ്റിച്ച് ചെയ്യുക. അവിടെ മാത്രം കുറച്ച് ഏരിയയാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളൂ, അത്ര സ്റ്റിച്ച് ചെയ്യാനുള്ളൂ. ബാക്കി ഓപ്പൺ ആണല്ലോ, ആ ചെറിയ പീസിൻ്റെ ബാക്കി ഭാഗം ഓപ്പൺ ആണ്, അതൊപ്പം വെക്കരുത്, അത് അടിയിലേക്ക് ഇറങ്ങി കിടക്കും. ഈ തുമ്പ് വരേണ്ട ഭാഗമേ 2ഉം ഒപ്പം വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ അടിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓപ്പൺ ആകാരം നമ്മളൊരു കട്ട് ചെയ്ത് കാണ്ട് കുറച്ച് ഇറക്കി അടിച്ചല്ലോ, അറേഞ്ച് ചെയ്താൽ അവിടെ ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുന്നുണ്ടാവും. ഓക്കെ, മുകൾ ഭാഗത്തേക്ക് ഒരു അരഞ്ച്, അടിയത്തെ പീസ് തുമ്പ് എക്സ്ട്രീം കിടക്കുന്നുണ്ടാവും. ഇനി ഈ പീസുമേ ഇതിൻ്റെ ബാക്കിലേക്ക് കിട്ടേണ്ട പീസിന് ഫിറ്റ് ചെയ്യാണ്. ഇതേപോലെ വരും. ഇത് 2ാമത്തെ ലെയർ, 3ാമത്തെ ലെയർ. ഓക്കെ, ഇനി ഈ പീസ് എടുക്കുക. ഇതെടുത്തിട്ട് ഇതിമത് വെച്ചിട്ട് അടിക്കുകയാണ്. ആ സെൻറ്റർ വരുമ്പോൾ അവിടെ ഓപ്പൺ ആയി കിടക്കുകയും ചെയ്യും. ഓക്കെ, അത്രേ അപ്പോൾ ഇത് പണിയുള്ളൂ. വളരെ സിമ്പിളാണിത്, ആർക്കും ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. അപ്പോൾ ഈ പീസ് എടുത്തുകൊണ്ട് ഇതിൻ്റെ സെൻറ്റർ വരെ ഫോൾഡ് ചെയ്തില്ലേ, ആ ഫോൾഡിങ്ങിൻ്റെ ഓപ്പോസിറ്റിന് മടക്കിക്കാണ്ട് ഇതുപോലെ ആണ് അടിക്കുക. ഇതേപോലെ അടിക്കുക. ഓക്കെ, 2 തുമ്പും ഒപ്പം വെച്ചുകൊണ്ട് ഈ ഒരു ഭാഗം മാത്രം അടിക്കുക. അതേപോലെ തന്നെ അതേ ഭാഗത്തേക്ക് ഈ പീസ് ഫോൾഡ് ചെയ്തുകൊണ്ട് ആ 2ാമത്തെ സൈഡും അതേപോലെ അടിക്കുക. 2ഉം ഒരേ ഭാഗത്തേക്കാണ് അടിക്കണം കേട്ടോ, എന്നാലാണ് അത് മറിക്കാനാണ്. അങ്ങനെ അടിക്കുക. അടിച്ചിട്ട് തുമ്പൊക്കെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിന് മറിക്കുക. ഇതേപോലെ മറിക്കുക. അതേപോലെ ഈ ഭാഗം മറിക്കുക. അപ്പോൾ 2 ഭാഗം ഒരു ഭാഗത്തേക്ക് അടിച്ചാൽ ഇത് മറിക്കുമ്പോൾ ഒരേ ഭാഗമായിട്ട് വരുള്ളൂ, കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവുണ്ടാവും, കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ വരും. എന്നിട്ട് ഇത് കറക്റ്റ് 2 സെൻറ്ററും ഒപ്പം വെച്ചുകൊണ്ട് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. ഈ സെൻറ്ററിലാണ് നമ്മൾ ആ തൂങ്ങയുടെ പീസ് വരുന്നത്. നിക്കാബിൻ്റെ അടിയിലേക്ക് വരേണ്ട പീസ് ഉണ്ടല്ലോ, അത് ഈ സെൻറ്ററിലാണ് വരിക. ഇതേപോലെ. എന്നിട്ട് ഈ കറക്റ്റ് ഈ 2 മാർക്കിങ്ങും ഒപ്പം വെക്കുക. ഈ 2 മാർക്കിങ്ങും ഒപ്പം വെച്ചുകൊണ്ട് ഈ 2 പീസും ഈ പീസ് അടിക്കുമ്പോൾ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഫസ്റ്റ് ഇവിടുന്ന് അടിച്ചു പോരുക. ഇതേപോലെ ഇത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു അരഞ്ചിന് ഫോൾഡ് ചെയ്യുക ഉള്ളിലേക്ക് കേട്ടോ. എന്നിട്ട് 2 പീസും ഒരു അരഞ്ചിന് ഫോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് അടിച്ചിങ്ങനെ പോരുകയാണ്. അങ്ങനെ ഒരേപോലെ തന്നെ ആ മുകളിലത്തെ പീസും
അടിയത്തെ പീസിൻ്റെ ആ തുമ്പ് രണ്ടും ഒരേപോലെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കണ്ട് ആ തെല്ലിനടിക്കുക കേട്ടോ. ഇതാണ് നമ്മളെ മാർക്കിങ് വരേണ്ടത്. ആ മാർക്കിങ്ങിൻ്റെ സെൻറ്റർക്ക് എത്തുമ്പോൾ ആ 2 മാർക്കിങ് ഇതേപോലെ ഒപ്പം വരണം. അപ്പോൾ ഈ പീസ് ഇവിടെ ഒപ്പം വെക്കുക. എന്നിട്ട് ഇത് എത്ര വരുന്നു വയ്ക്കുക, അവിടെ ഈ പീസിൻ്റെ ഒരു മാർക്കിങ് കൊടുക്കുക. എന്നിട്ട് ആ മാർക്കിങ്ങൾക്ക് കറക്റ്റ് ആക്കിയിട്ട് ഈ പീസ് ഇങ്ങനെ വെച്ചിട്ട് ആ ചെറിയ പീസ് മുകളിലാണ് വരുന്നത്. ഇങ്ങനെ വെച്ചെടുക്കുക. കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിക്കാണ്ട് ആ 2 തുമ്പും അടിയത്തെ ആ ചെറിയ പീസിൻ്റെ തുമ്പൊക്കെ ഫോൾഡ് ചെയ്ത് കാണുന്നത് ഇതേപോലെ അടിക്കുക. ഇതേപോലെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ആ പീസ് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. എന്നിട്ട് അടിക്കുക. ഇനി അടിക്കുമ്പോൾ നമ്മൾ ആ സെൻറ്ററിൽ ഓപ്പൺ അടിച്ച ആ ചെറിയ പീസ് ഉണ്ടല്ലോ, ആ സെൻറ്ററിൽ കുറച്ച് ഭാഗം ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ആ ചെറിയ പീസിൻ്റെ അതിൻ്റെ തെല്ല് ഈ പീസിൻ്റെ ഉള്ളിലേക്ക് കയറരുത്. അപ്പോൾ കയറിയാൽ പിന്നെ അവിടെ ഓപ്പൺ ഉണ്ടാവില്ല, അവിടെ ക്ലോസ് ആവും. അപ്പോൾ ഇതേപോലെ അടിക്കുക. അത് 1/2 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അത് കയറി പോകുന്നില്ല. കറക്റ്റ് വെച്ച് അടിച്ചാൽ മതി. ഓക്കെ, ഇതേപോലെ ബ്ലാക്ക് ആകുമ്പോൾ ശരിക്കും കാണൂല കേട്ടോ. അങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഈ പീസിൻ്റെ ഫുള്ള് റൗണ്ടിൽ ഭാഗം അടിച്ചെടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണിത്. ഇതോടുകൂടി നമ്മളെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ കംപ്ലീറ്റ് ആയി. ആകെ 10-15 മിനിറ്റ് കൊണ്ട് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള 3 ലെയർ നിക്കാബ് അടിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാട്ടോ. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. പഴയ ഷാളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഓരോ മെത്തേഡാണിത്. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.